കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക പ്രസിഡന്റ് സി.എം. ജോർജിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ വെച്ച് സി.എം. ജോർജിന്റെ ഛായാചിത്രത്തിനു മുൻപിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. അനുസ്മരണ യോഗത്തിൽ അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, നമ്മുടെ സ്ഥാപക പ്രസിഡന്റായ സി.എം. ജോർജ് നമ്മളെ ശക്തമായി നയിച്ച നേതാവാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വ്യാപാരി സമൂഹം പല പേരിലായിട്ട് കേരളത്തിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ മർച്ചൻ്റ് അസോസിയേഷൻ എന്നുള്ള ഒരു പേരുണ്ടായിരുന്നു, ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വ്യാപാര സംഘടനകൾക്ക് പല പേരിലായിട്ടാണ് കേരളത്തിൽ വ്യാപാരികൾ ചിഹ്ന ഭിന്നമായി നിൽക്കുകയായിരുന്നു. തൃശ്ശൂർ അങ്ങാടി സമരം ഏറ്റവും പ്രസിദ്ധമായ ഒരു വ്യാപാരികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സമരത്തിൻ്റെ ഏറ്റവും വലിയ ചരിത്രമാണ് തൃശ്ശൂർ സമരം. മാസങ്ങൾ നീണ്ടുനിന്ന ആ സമരത്തിന് അവസാനം വ്യാപാരികൾ വിജയം കണ്ടു എന്നുള്ളതാണ്. അന്ന് നേതൃത്വം കൊടുത്ത രണ്ട് പ്രമുഖ വ്യക്തികളാണ് സി.എം. ജോർജും എം.ഒ. ജോൺ. അപ്പോൾ തീർച്ചയായിട്ടും സ്ഥാപക പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ തന്നെ വളരെ ശക്തമായ രീതിയിൽ തൃശ്ശൂർ അങ്ങാടിയിൽ ഏകദേശം 40-45 ദിവസത്തോളമൊക്കെ കടകൾ അടച്ചിട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വന്ന് ഒരുപാട് ത്യാഗം സഹിച്ച കാലഘട്ടമൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. അതിൻ്റെ പിന്നോടിയായിട്ടാണ് ഇന്ന് ഈ കേരള വ്യാപാരി വ്യവസായി സംഘടന എന്ന് രൂപം കൊണ്ടത്. തീർച്ചയായിട്ടും അന്ന് ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ തന്നെ പല നേതാക്കളും അന്നത്തെ ഭരണാധികാരികൾ പീഡിപ്പിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപക പ്രസിഡന്റിൻ്റെ ഇന്ന് ചരമദിനമാണ്. അദ്ദേഹത്തെ നമ്മളെല്ലാവരും തന്നെ ഇന്ന് കേരളത്തിൽ തന്നെ എല്ലാ യൂണിറ്റിലും ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ ദിനം ആചരിക്കുകയാണ്. എല്ലാവരും പുഷ്പാഞ്ജലി നടത്തിക്കൊണ്ടും അതാത് യൂണിറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ടും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ തന്നെ ജനങ്ങൾ അറിയാവുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ഒക്കെ നടത്തുകയാണ്. ഇന്ന് വടക്കാഞ്ചേരി യൂണിറ്റ് ഇന്ന് നമ്മൾ ഏകദേശം ഒരു 1.25 ലക്ഷം രൂപയോളം നമ്മുടെ ഭദ്രം പദ്ധതിയിൽ നിന്ന് ലഭിച്ച സംഖ്യ ഇന്ന് നമ്മളിവിടെ വിതരണം ചെയ്യുകയാണ്. ഭദ്രം പദ്ധതി ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് അറിയാം, ഏകദേശം വടക്കാഞ്ചേരിയിൽ തന്നെ ഒരു 1,41,41,00,000 രൂപയോളം നമ്മൾ വടക്കാഞ്ചേരി യൂണിറ്റിൽ മാത്രം വിതരണം ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾക്ക് അതുമാതിരി തന്നെ മരണപ്പെട്ടാൽ ഒക്കെ തന്നെ വ്യാപാരികൾ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്ന പദ്ധതിയാണ് ഈ ഭദ്രം പദ്ധതി. ഇന്ന് ഇവിടെ എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. നമ്മളിപ്പം ആ 1.25 ലക്ഷം രൂപ ഇപ്പോൾ നമ്മൾ അതിൻ്റേതായ ആൾക്കാർക്ക് അത് വിതരണം ചെയ്യും. കേരളത്തിൽ ചിതറിക്കിടക്കുന്ന വ്യാപാരികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുവാനും ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാരി സംഘടനയായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടനയെ കെട്ടിപ്പടുക്കുവാൻ അഹോരാത്രം പ്രയത്നിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു സി.എം. ജോർജ്. കേരളത്തിൽ 14 ജില്ലകളിലായി 10 ലക്ഷം വ്യാപാരികൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അംഗങ്ങളാണ്. തൃശൂർ അരിയങ്ങാടിയിൽ 56 ദിവസം കടകൾ അടച്ചിട്ടുകൊണ്ട് നടത്തിയ സമരം വൻ വിജയമാക്കിയത് സി.എം. ജോർജിന്റെ കാലഘട്ടത്തിൽ ആയിരുന്നുവെന്ന് അജിത് മല്ലയ്യ പറഞ്ഞു. ഭദ്രം ചികിത്സാ ധനസഹായമായി 1,41,000 രൂപ കൈമാറി. പി.എൻ. ഗോകുലൻ, പി.എസ്. അബ്ദുൽ സലാം, അബ്ദുൽ ഗഫൂർ, പ്രശാന്ത് പി. മേനോൻ, ഷിജു തലക്കോടൻ, കെ. ജയകുമാർ, പ്രശാന്ത് മല്ലയ്യ, അബൂബക്കർ, സാദിഖ്, ധനജയൻ, ജെയിംസ് ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ, 24 മണിക്കൂറും ആംബുലൻസ് സർവീസ്, ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ. ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ, വാഴാനി റോഡ്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 8547024222. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.